ഹായ് ഗായ്സ്, ഐ ആം ദേവദർശൻ ഫ്രം ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം എല്ലാവർക്കും കൊറോണയുടെ സമയത്ത് സുഖമാണെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് എന്നുള്ള ഇതിൽ നിൽക്കുക. അപ്പം ഞാൻ സെമിനാറിന് ടോപ്പിക് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ക്യാപ്സ്യൂൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു സെമിനാറായിട്ടാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഹോപ്പ് യു ഗൈസ് ക്യാൻ ഫോളോ മൈ ക്ലാസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ സെമിനാറിലെ കണ്ടൻസിലേക്ക് കിടക്കാം. അപ്പോൾ കണ്ടൻസിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ പറയുന്നത് നമ്മളെ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനെ പറ്റിയിട്ടാണ്. അതായത് അതിനെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൽ ഇൻട്രഡക്ഷനിൽ നമ്മൾ പറയും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലേക്ക് നമ്മൾ കിടക്കും. അതായത് പാർട്സ് ഓഫ് മൈക്രോ ഇലക്ട്രോണിക് പിൽ, പിന്നെ അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം, അതായത് നമ്മുടെ ഇലക്ട്രോണിക് പില്ലിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം നമ്മൾ കാണിക്കും, അതിനെക്കുറിച്ച് പറയും. പിന്നെ കൺട്രോൾ ചിപ്പ്, പിന്നെ റേഡിയോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ 2 സിൽവർ ഓക്സൈഡ് സെൽ, പിന്നെ LED ലൈറ്റിംഗ് മൈക്രോ ക്യാമറ, ഇതൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് മോഡലാണ് വരുന്നത് ഈ നമ്മുടെ ഇലക്ട്രോണിക് പില്ലിൻ്റെ. പിന്നെ LED ലൈറ്റിംഗ് മൈക്രോ ക്യാമറ അത് പറഞ്ഞു. പിന്നെ സിലിക്കൺ ഡയോഡ്, പിന്നെ അയോൺ സെലക്റ്റീവ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, ഡയറക്റ്റ് കോണ്ടാക്ട് ഗോൾഡ് ഇലക്ട്രോഡ്, പിന്നെ 3 ഇലക്ട്രോഡ് ഇലക്ട്രോകെമിക്കൽ സെൽ, റേഞ്ച് ആൻഡ് അക്യുറസി. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ, അതായത് കുറച്ചും കൂടി നമ്മൾ അതിൻ്റെ യൂസസ് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഇതിനായി യൂസ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ അവസാനത്തായിട്ട് അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻ, അതായത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഉപകരണം കൊണ്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജസും പിന്നെ അതിനുള്ള ലിമിറ്റേഷൻസും പറയും. അതായത് അതിനെ ഉപയോഗിക്കുന്നതിൻ്റെ ആ രീതി, എവിടെ ഉപയോഗിക്കാൻ പറ്റും, എവിടെ ഉപയോഗിക്കാൻ പാടില്ല, അത് എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലാണ് ഉപയോഗപ്പെടുക, മാത്രമല്ല ഇപ്പോൾ യൂസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വരുമോ, നമുക്ക് ഹെൽത്തിന് ബാഡാണോ, ഒക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഇൻട്രഡക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കുക. അപ്പോൾ അവർ ബോഡി ഈസ് എ സെൻസിറ്റീവ് സിസ്റ്റം. അറ്റ് സം സിറ്റുവേഷൻസ് ഡോക്ടേഴ്സ് can't easily detect the diseases and hence it becomes too late to cure it. Use of electronic pill helps us to easily detect the diseases and can take sudden action against it. In 1972, Professor John Cooper and Dr. Eric Johannessen from Glasgow University, that is from UK, has led to the development of electronic pill. Measurement parameters of electric pills include temperature analysis, pH measurements, conductivity, and dissolved oxygen. It can capture the thousands of pictures inside the human body. When it moves through the gastrointestinal tract, that is the food pipe of our body, it starts to detect diseases and abnormalities. The electronic pill travels to the digestive system and collects the data, and it sends the information into the computer, which is at nearly a distance of 1 meter or more. This pill is covered by chemically resistant polyether ketone,
that is PEEK coating. So, and it has a diameter of 16 millimeter and a length of 55 millimeter. It weighs approximately about 5 gram weight. സോ ഇപ്പോൾ നമുക്കിത് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ പിൽ എന്ന് പറയുന്നൊരു സാധനം ഏകദേശം ഒരു 16 മില്ലിമീറ്റർ ഡയമീറ്ററും ഒരു 55 മില്ലിമീറ്റർ ലെങ്ത്തും വരുന്നൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ളൊരു സാധനമാണ്. അതിന് ഏകദേശം ഒരു 5 ഗ്രാം വെയ്റ്റിൻ്റെ അടുത്ത് വരുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ, അതായത് ഇൻടേക്ക് ചെയ്യുമ്പോൾ അത് നേരെ നമ്മുടെ ഫുഡ് പൈപ്പ് വഴി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കാണ് കയറുന്നത്. അപ്പം ഇത് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് കയറുമ്പോൾ ആ പോണ വഴിക്കുള്ള എന്ത് അബ്നോർമാലിറ്റീസും ഡിറ്റക്റ്റ് ചെയ്ത് അതൊരു 1 മീറ്ററിനടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ള കുറച്ച് പോയിന്റ്സ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കൂടുതൽ. അപ്പോൾ ഇനിയുള്ള ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ പാർട്സ് ഓഫ് ഈ പിൽ, അതായത് ഒരു ഇലക്ട്രോണിക് പില്ലിൻ്റെ പാർട്സ് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഒരു ഇലക്ട്രോണിക് പിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ, കൺട്രോൾ ചിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് പറയാം. പാർട്സ് ഓഫ് ഈ പിൽ. അപ്പോൾ കൺട്രോൾ ചിപ്പ്, ബയോകമ്പാറ്റിബിൾ ക്യാപ്സ്യൂൾ എൻകേസിംഗ് മൈക്രോ സെൻസർ, റേഡിയോ ട്രാൻസ്മിറ്റർ, 2 സിൽവർ ഓക്സൈഡ് സെൽ, LED ലൈറ്റിംഗ്, മൈക്രോ ക്യാമറ. ഇത് ഈ ഒരു 5 കാര്യം മെയിനായിട്ട് കൂടുന്നതാണ് നമ്മൾ ഒരു പാർട്സായിട്ട് വരുന്നത്. ഈ 5 പാർട്സാണ് മെയിനായിട്ട് ഒരു ഇലക്ട്രോണിക് പില്ലിൻ്റെ ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ബയോകമ്പാറ്റിബിൾ ക്യാപ്സ്യൂൾ എൻകേസിംഗ് മൈക്രോ സെൻസർ എന്ന് പറയുന്നതിൽ 4 സബ് ഡിവിഷൻ വരുന്നുണ്ട്. അതായത് സിലിക്കൺ ഡയോഡ്, അയോൺ സെലക്റ്റീവ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, അതായത് ISFET, പിന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ഗോൾഡ് ഇലക്ട്രോഡ്, പിന്നെ 3 ഇലക്ട്രോഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു 5, 4, 9 ഈ 9 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ പാർട്സ് എന്ന് പറയാനുള്ളത്. അതിൽ 4 വരുന്നത് ഒന്നിൻ്റെ സബായിട്ടാണ്, അതായത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ പാർട്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ആ എൻകേസി മൈക്രോ സെൻസറിൻ്റെ ഉള്ളിൽ വരുന്ന സിലിക്കൺ ഡയോഡ്, ISFET, പിന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ഗോൾഡ് ഇലക്ട്രോഡ്, പിന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഈ 4 വരുന്നത് ഇതിൻ്റെ മൈക്രോ സെൻസറിൻ്റെ അടിയിലുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക് പില്ലിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചാൽ ഒരു റഫ് ഫിഗർ ആയിട്ടുള്ളൊരു സ്കെച്ച്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ, നമ്മൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നോക്കുമ്പോൾ നമ്മളെ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അതായത് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കാം. 55 മില്ലിമീറ്റർ എന്നുള്ള ലെങ്ത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ 16 മില്ലിമീറ്റർ ഡയമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററീസിൻ്റെ ലൊക്കേഷൻ വരുന്നുണ്ട്. PCB ചിപ്പ് കാരിയർ, സെൻസർ ചിപ്പ് 1, 2 എന്ന് പറയുന്നുണ്ട്. പിന്നെ ആക്സസ് ചാനൽ 2 കാണിക്കുന്നുണ്ട്. അതുകൊണ്ടോ ശരിക്കും ഒരു ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സെൻസർ, കണക്ഷൻ, അങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് ഇനി നമ്മൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി മെയിൻ ഡീറ്റെയിൽസിലേക്ക് കൂടുതലായിട്ട് വിശദമായി ഒന്ന് നോക്കാം. അപ്പം നമുക്കിനി നമ്മുടെ
ഇലക്ട്രോണിക് പില്ലിൻ്റെ ഓരോ പാർട്സിനെ പറ്റി നോക്കാം. നമ്മൾ നേരത്തെ പാർട്സ് എന്നുള്ളൊരു സ്കീമാറ്റിക് ഡയഗ്രാമിൽ ശ്രദ്ധിച്ചിരുന്നു. ഒരു 8-9 പാർട്സ് വരുന്നതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഇലക്ട്രോണിക് പിൽ എന്ന് നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കണ്ടത് കൺട്രോൾ ചിപ്പ് എന്നുള്ളൊരു പാർട്ടാണ്. അപ്പോൾ എന്താണ് ഈ കൺട്രോൾ ചിപ്പ്? ASIC എന്ന് പറയുന്ന അപ്ലിക്കേഷൻ സയൻറ്റിഫിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് is the control unit that connects together other components of the micro system. നമ്മളിനി ഇതിൻ്റെ ഒരു ഫിഗർ ഞാൻ സ്കെച്ച് ചെയ്യാൻ കാണിച്ചു തരാം. അതിൽ നമ്മൾ ഈ പറയുന്ന ASIC എന്നുള്ള ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ it contains an analog signal conditioning module operating the sensors, 10-bit analog to digital അതാണ് ADC and digital to analog converters അതായത് DAC and digital data processing module. ഇതൊക്കെയാണ് നമ്മുടെ ഈ ASICൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്. The conductivity circuit operates at DC അതായത് ഡയറക്റ്റ് കറണ്ടിലാണ് ഈ കണ്ടക്ടിവിറ്റി സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുക. It measures the resistance across the electrode pair as an inverse function of solution conductivity. പിന്നെ analog signals are sequenced through a multiplexer before being digitized by ADC. ASIC and sensors consume 5.3 megawatt power corresponding to 1.7 milliampere of current. അതായത് നമ്മുടെ ഈ ASICയും സെൻസറും 5.3 മെഗാവാട്ടാണ് പവർ കറസ്പോണ്ട് യൂസ് ചെയ്യുക. അതായത് 1.7 മില്ലി ആംപിയർ കറണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? നമ്മുടെ ഈ ASIC എന്ന് പറയുന്നൊരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അതായത് 10-bit analog to digital ADC, digital to analog DAC, കൺവേർട്ടേഴ്സ്, ഡിജിറ്റൽ ഡാറ്റ പ്രോസസ്സിംഗ് മൊഡ്യൂള്, പിന്നെ അനലോഗ് സിഗ്നൽ, പിന്നെ ഒരു സെൻസറും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി കൺട്രോൾ ചിപ്പിൻ്റെ ജസ്റ്റ് ഒരു റഫ് ഫിഗർ നോക്കാം, ഒരു സ്കീമാറ്റിക് റഫ് സ്കെച്ച്. അപ്പോൾ ഈ ഫിഗറിൻ്റെ അകത്ത് കാണുന്ന ASIC അതായത് അപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ അകത്ത് കുറച്ച് കോമ്പോണൻസ് കൂടി നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് അനലോഗ് സിഗ്നൽ, ADC, DAC, സെൻസർ, പിന്നെ പ്രോസസ്സിംഗ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കൂടുന്നതാണ് ASIC. അതല്ലാതെ നമ്മുടെ ഈ കൺട്രോൾ ചിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് സെൻസേഴ്സും വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു. അതും കൂടാതെ പിന്നെ വരുന്നതാണ് നമ്മുടെ ബാറ്ററീസ്, അതായത് നമ്മുടെ പവർ സപ്ലൈ എന്നും പറയും. ഈ ഇങ്ങനത്തെ 3-4 കോമ്പോണൻസ് ചേർന്നാണ് നമ്മുടെ ഒരു കൺട്രോൾ ചിപ്പ്. ഇതിൻ്റെ ഒരു റഫ് സ്കെച്ച് കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്സിനെ പരിചയപ്പെടാം. അടുത്ത പാർട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു റേഡിയോ ട്രാൻസ്മിറ്ററാണ്. ഈ ഇലക്ട്രോണിക് പില്ലിൻ്റെ ഒരു പാർട്ടായ ഈ റേഡിയോ ട്രാൻസ്മിറ്റർ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് വരുന്ന ഒരു വോളിയമായിട്ട് നമ്മൾ പറയുമ്പോൾ 85
8x5x3 എന്നുള്ളൊരു ഡയമെൻഷനാണ് നമ്മൾ പറയുക. അതായത് മില്ലിമീറ്റർ കേട്ടോ. നമ്മളതിൽ എന്തായാലും ചെറിയൊരു പില്ലായതുകൊണ്ട് അതിന് എന്തായാലും നമ്മുടെ യൂണിറ്റ് മില്ലിമീറ്റർ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു മോഡുലേഷൻ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് എന്നുള്ളൊരു യൂണിറ്റാണ്. അതായത് FSK, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, അതായത് നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ, അതിൻ്റെ സ്പീഡ് വരുന്നത് എത്രയാണ്? 1 KB/s ആണ്. അതായത് 1 KB/s ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വരുന്നത് ഏതിൻ്റെ? നമ്മുടെ റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ. ഇനി നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി നോക്കാം. ഫ്രീക്വൻസി വരുന്നത് എങ്ങനെയാണ്? ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ള 20 ഡിഗ്രി സെൽഷ്യസ്, അതിൽ നമുക്ക് കിട്ടുന്നത് 40.01 MHz ആണ് വരുന്നത്. അതായത് നമ്മുടെ റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ ഫ്രീക്വൻസി 40.01 MHz അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ള 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ഈ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ 20 ഡിഗ്രി സെൽഷ്യസിൻ്റെ കാരണമെന്ന്. ഇത് ഏതൊരു കോമ്പോണൻ്റ് ആയാലും, പ്രത്യേകിച്ച് നമുക്ക് ഈ ഫ്രീക്വൻസിയൊക്കെ ഓരോ മീഡിയത്തിനും അതിൻ്റേതായ ഓരോ ഡിഫക്ട്സ് വരാതിരിക്കാൻ, അതായത് നമുക്ക് ഓരോ അളവ്, അതായത് അതിൻ്റെ മോഡുലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ടെമ്പറേച്ചർ അതിൻ്റെ ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസിന് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസിലാണ് 40.01 MHz ഫ്രീക്വൻസി കിട്ടുന്നത്. ഇനി നമുക്ക് ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ ജനറേറ്റർ ഈസ് 10 kHz. 10 kHz ആണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ജനറേറ്റ് ആയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ കൺസ്യൂംഡ് പവർ ആയത് 6.8 MW പവറാണ് യൂസ് ചെയ്യുന്നത്? റേഡിയോ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യുന്നത്. അറ്റ് എത്ര കറണ്ടിൽ? 2.2 mA കറണ്ടിൽ കൺസ്യൂം ചെയ്യുന്ന പവറാണ് 6.8 MW എന്നുള്ള പവർ. ഇനി നമുക്കിത് ഈ ഫിഗറിൽ താഴത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഇതില്ലേ ക്യാപ്സ്യൂൾ, നമ്മുടെ ഹ്യൂമൻ ബോഡിയുള്ള ക്യാപ്സ്യൂൾ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബോഡിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ എത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു റഫ് സ്കെച്ച് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മുടെ ബോഡിയിലെ വയറിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, അബ്ഡമൻ ഭാഗത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മളെ ക്യാമറ പിൻ വിത്ത് ട്രാൻസ്മിറ്റർ. അതായത് മിനിമം ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു മീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ഒരു ഡിവൈസ് വെക്കും നമ്മൾ, അതായത് നമ്മളെ ബോഡിയിൽ നിന്ന് 1 മീറ്റർ വ്യത്യാസത്തിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഒരു ഡിവൈസിലേക്ക്, അതായത് നമ്മുടെ ലാപ്ടോപ്പോ PC-യിലേക്കോ ഇൻഫോർമേഷൻ എത്തുന്നത്, നമ്മുടെ ബോഡിയെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. അപ്പോൾ അതാണ് നമുക്കിതിൽ വരാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പാർട്സ് വരുന്നത്, അതായത് നമ്മുടെ ഇലക്ട്രോണിക് പില്ലിൻ്റെ വേറൊരു പാർട്ട് വരുന്നത് ഏതാ വെച്ചാൽ നമ്മുടെ 2 സിൽവർ ഓക്സൈഡ് സെൽ, അതായത് 2 സിൽവർ ഓക്സൈഡ് സെല്ലാണ് വേറൊരു കോമ്പോണൻറ്റ്. അതായത് ഇത് വരുന്നത് 2SR44 Ag2O ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 40 hours ആണ്. പിന്നെ അതിൻ്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് വെറും 12.1 MW ആണ്. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് കറണ്ട് കൺസപ്ഷൻ വരുന്നത് 3.9 mA ആണ്. അതിൻ്റെ സപ്ലൈ വോൾട്ടേജോ വെറും 3.1 volt ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സിൽവർ ഓക്സൈഡ് സെല്ലിൻ്റെ ഒരു ഇൻഫോർമേഷൻ ഏകദേശം ബ്രീഫായിട്ടൊരു സ്കെച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് 2 സിൽവർ ഓക്സൈഡ് സെല്ലാണ് നമ്മളെ ഒരു ഇലക്ട്രോണിക് ബില്ലിന് ആവശ്യമായിട്ടുള്ളത്. ഇതിന് ഓപ്പറേറ്റിംഗ് അവേഴ്സ് ഗ്രേറ്റർ ദാൻ 40 hours കൊടുക്കുന്നുണ്ട്.
മാത്രമല്ല അത് യൂസ് ചെയ്യുന്നത് SR44 AG2O എന്നുള്ള ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത് വിത്ത് എ പവർ കൺസപ്ഷൻ ഓഫ് 12.1 മെഗാവാട്ട്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുക, ബാറ്ററി എന്ന് നമ്മൾ പറയും സാധാരണമായിട്ടുള്ള. അതിൻ്റെ ഒരു AG എന്ന് പറയുമ്പോൾ നമ്മൾ സിൽവർ ഓക്സൈഡ് ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു പാർട്സിലേക്ക് നോക്കാം. അപ്പോൾ അടുത്ത ടോപ്പിലേക്ക് കിടക്കാം, അതായത് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഇലക്ട്രോണിക് പില്ലിൻ്റെ അടുത്ത ഒരു കോമ്പോണൻറ്റ്, അതായത് LED ലൈറ്റ്നിങ് മൈക്രോ ക്യാമറ. In front part of the pill, a small size camera is attached with small size LED. The pill will travel through the body and take a number of pictures. The camera is tightly fixed with the lens holder to avoid dislocation. It can detect objects as small as 0.1 millimeter. അതായത് നമ്മുടെ പില്ലിൻ്റെ മുൻവശത്തായിട്ട് ഒരു ക്യാമറയും ഒരു ലൈറ്റുള്ള ഒരു LED-യും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സാധനം ഇൻടേക്ക് ചെയ്യുമ്പോൾ അത് ഏകദേശം നമുക്കറിയാമല്ലോ, നമ്മുടെ ഉൾഭാഗം എപ്പോഴും ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് ക്യാമറയും വർക്കാവും, അതേപോലെ ലൈറ്റും വർക്കാവും. എന്നാൽ നമുക്ക് 0.1 മില്ലിമീറ്റർ ഡയമീറ്ററോ സെൻറ്റിമീറ്ററുള്ള ഒബ്ജക്റ്റ് വരെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും. അത്രയും പവറും ഉള്ളൊരു ക്യാമറയും ലൈറ്റാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ വരുന്നത്, അതായത് നമ്മുടെ പില്ലിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അടുത്ത പാർട്ട് വരുന്നത് എന്താ വെച്ചാൽ ഒരു സിലിക്കൺ ഡയോഡാണ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരുന്നത് പ്ലാസ്റ്റിക് കപ്പാസിറ്റി കോട്ടിംഗ് ഉള്ളൊരു സാധനമാണ്. ഇറ്റ് മെഷേഴ്സ് ദ ബോഡി കോർ ടെമ്പറേച്ചർ. ഇത് നമ്മൾ യൂസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി കോർ ടെമ്പറേച്ചറിൻ്റെ മെഷർമെൻ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ്. സിലിക്കൺ ഡയോഡ്സ് ആർ ദ കോമൺലി യൂസ്ഡ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഇൻ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. അതായത് നമ്മുടെ സിലിക്കൺ ഡയോഡ്സ് ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിന്? ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇനി നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കൺ ഡയോഡ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ സിലിക്കൺ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അറ്റ് വെരി ലോ കോസ്റ്റ്. നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണേൽ പറയാം. അതായത് അതൊരു ലോ കോസ്റ്റിലുള്ളൊരു സാധനമാണ്. It also identifies local changes associated with tissue inflammation and ulcers. ഇതിൻ്റെ ഒരു മെയിൻ ഡീപ്പ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പോയിൻ്റാണ്. അതായത് ഇറ്റ് ഐഡൻറ്റിഫൈസ് ലോക്കൽ ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ടിഷ്യൂ ഇൻഫ്ലമേഷൻ ആൻഡ് അൾസേഴ്സ്. ചെറിയതായ നമ്മളെ അൾസർ എന്ന് പറഞ്ഞാൽ പുണ്ണ് എന്ന് പറയും, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീറ്റൽ. ഇങ്ങനത്തെ ഈ രണ്ട് കാര്യം അടക്കം ഈ ഒരു ഇത് വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സിലിക്കൺ ഡയോഡ് യൂസ് ചെയ്തിട്ട്. അത് അതിൻ്റെ ഒരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ടോപ്പിലേക്ക് കിടക്കാം, അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. അടുത്ത പാർട്ടാണ് അയോൺ സെലക്റ്റീവ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, ദ ISFET എന്ന് പറയുന്നത്. The ISFET measures pH. It can reveal pathological conditions associated with abnormal pH levels. These abnormalities include pancreatic disease, hypertension, inflammatory bowel disease, activity of fermenting bacteria, level of acid excretion, reflux of esophagus, effect of specific drugs on target organs. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ISFETൻ്റെ കുറച്ച് അബ്നോർമാലിറ്റീസും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു
ഉപകരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ഗോൾഡ് ഇലക്ട്രോഡ്. നമ്മുടെ ഇലക്ട്രോണിക് പില്ലിൻ്റെ അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് തന്നെയാണ് ഇതും. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ കണ്ടക്ടിവിറ്റി. Conductivity measures are done by measuring the contents of water and salt absorption, breakdown of organic compounds into charged colloids, and the bile secretion. Since the gold has best conductivity among all the elements, therefore it gives true value of conductivity as measured. അപ്പോൾ ഇതും എളുപ്പമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ 3 ഇലക്ട്രോഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അതായത് നമ്മുടെ ഒരു ബാറ്ററി പോലത്തൊരു ഇത് തന്നെയാണ് ഇത് നമ്മുടെ ഈ ഇലക്ട്രോ പില്ലിൻ്റെ ഒരു കോമ്പോണൻറ്റ്. The 3 electrode electrochemical cell detects the level of dissolved oxygen in solution. It measures the oxygen gradient from the proximal to the distal GI tract. It investigates 3 കാര്യങ്ങളാണ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതായത് ഗ്രോത്ത് ഓഫ് എയറോബിക് ബാക്ടീരിയ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പിന്നെ ഫോർമേഷൻ ഓഫ് റാഡിക്കൽസ് കോസിങ് സെല്ലുലാർ ഇഞ്ചറി ആൻഡ് pathophysiological conditions like inflammation and gastric ulceration. പിന്നെ വരുന്നത് it develops first generation enzymes linked with amperometric biosensors. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ റേഞ്ച് ആൻഡ് അക്യുറസി ഓഫ് ദ ഇലക്ട്രോണിക് പിൽ. അതായത് നമ്മുടെ അക്യുറസിയും റേഞ്ചും എന്തിൻ്റെ, നമ്മുടെ ഇലക്ട്രോണിക് പില്ലിൻ്റെ റേഞ്ച് വരുന്ന എത്രയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഫ്രം 0 to 70 degrees Celsius, pH from 1 to 13, dissolved oxygen up to 8.2 milligram per liter, conductivity above 0.05 MSM 1, full scale dynamic range analog signal approximately about 2.8 voltage. ഇതാണ് നമ്മുടെ റേഞ്ച് പറയുന്നത്, അതായത് ഇലക്ട്രോണിക് പില്ലിൻ്റെ റേഞ്ച്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ അക്യുറസി നോക്കാം. അക്യുറസി വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ pH ചാനൽ ഈസ് അറൗണ്ട് 0.2 യൂണിറ്റ് above the real value. Oxygen sensor is plus or minus 0.4 mg per liter. പിന്നെ temperature and conductivity is within plus or minus 1%. അപ്പോൾ ഇതാണ് നമ്മുടെ അക്യുറസി വരുന്നത്, അതായത് ഇലക്ട്രോണിക് പില്ലിൻ്റെ അക്യുറസി. ഓക്കെ, അടുത്തത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോണിക് പില്ലിൻ്റെ അപ്ലിക്കേഷൻസാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിഗ്ഗസ്റ്റ് ഇമ്പാക്റ്റ് ഇൻ ദ മെഡിക്കൽ ഇൻഡസ്ട്രി, പിന്നെ നാനോ റോബോട്ട്സ് പെർഫോം ഡെലിക്കേറ്റ് സർജറീസ്, used to diagnose malabsorption. പിന്നെ PillCam ESO can detect esophageal diseases, gastrointestinal reflux diseases, Barrett's esophagus. ഇങ്ങനത്തെ കുറച്ച്
ഡിസീസസിന് നമുക്ക് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കുറച്ച് അപ്ലിക്കേഷൻസ് വരുന്നത്. അതായത് നമ്മളെ മെഡിക്കൽ ഇൻഡസ്ട്രീസിലേക്കുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് ഈ 3-4 പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് പിൽ. ഇറ്റ് ഈസ് being beneficially used for disease detection and abnormalities in human body. Therefore, it is also called as magic pill for health care. Adaptable for use in corrosive and quiescent environment. It can be used in industries in evaluation of water quality, pollution detection, fermentation process control, and inspection of pipelines. Microelectronic pill utilizes a programmable standby mode, so power consumption is very less. It has very small size, hence it is very easy for practical usage. High sensitivity, good reliability, and life times. Very long life of the cells, that is about 40 hours. Less power, current and voltage requirement, 12.1 megawatt, 3.9 megawatt ampere, and 3.1 voltage. Less transmission length and hence has zero noise interference. അപ്പോൾ these are some of the applications of the electronic pill. അടുത്തത് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഇലക്ട്രോണിക് പിൽ. മൈക്രോ electronic pills are expensive and are not available in many countries. Still, its size is not digestible to small babies. It cannot perform ultrasound and impedance tomography, cannot detect radiation abnormalities, it also cannot perform radiation treatment associated with cancer and chronic inflammation. So these are some of the limitations for the electronic pill. അപ്പം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു ഏകദേശം ഒരു ഊഹം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇലക്ട്രോണിക് പില്ലിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ്, പാർട്സ്, ഇൻട്രൊഡക്ഷൻസ്, പിന്നെ നമ്മുടെ കുറച്ച് അപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പം എന്തായാലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.